അതിലേ ഇതേവിടെ ഒളിപ്പിക്കണം. അണ്ണാ ഇതെവിടെ ഒളിപ്പിക്കണോ? ഇതേവിടെ ഒളിപ്പിക്കും. ഒരു കാര്യം ചെയ്യാം, അതിനേക്കാളും കൂടിയ സാധനമല്ലേ ഇത്? അതെ, ഇതിനൊളിപ്പിക്കും. ഇത് ഒളിപ്പിക്കാനാ? അണ്ണാ ഇത് എവിടെ ഒളിപ്പിക്കും? നമ്മള് തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ സാധനം എവിടെ ഒളിപ്പിക്കുമെന്ന് അറിയാൻ വേല. ഇത് ഒളിപ്പിച്ച ഇത് എടുക്കുന്ന കിട്ടുമോ സാധനം? നമ്മളെ കോളേജിലിരിക്കുന്ന ആരാണോ എടുക്കുന്നത് അവർക്ക് ഈ സാധനം കൊടുത്തേക്കോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്തിന്റെ ഹൃദയ ഭാഗത്ത് ഒളിപ്പിക്കാം. അതേപോലെ ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം എവിടെയുണ്ട്? ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ ആറ്റുകാൽ ക്ഷേത്രം, പിന്നെ വൈമാപ്പള്ളി, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. പാളയംപള്ളി, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മള് പൊങ്കാലയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആറ്റുകാലം ഒളിപ്പിക്കാം. ഓക്കെ സെറ്റ്. ഓക്കെ, അപ്പൊ ആറ്റുകാലം നമ്മളിത് ഹൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ, ഇതാ നമ്മള് 1,00,000 രൂപ വില വരുന്ന ലാപ്ടോപ്പ് നമ്മള് ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങുവാണ്. മുകേഷ് അണ്ണൻ പറഞ്ഞ പോലെ തന്നെ ആറ്റുകാലം നമ്മൾ കൊണ്ട് ഒളിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ വേറൊരു കാര്യം കേട്ടോളൂ, നമ്മുടെ 3 പേജ് മെന്റലിസ്റ്റ് ആദില്, അതുപോലെ മുകേഷ് അണ്ണന്റെ പേജ് ഫിക്സ് ആൻഡ് ആപ്പിൾ, ഇത് 3 ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ ഒളിപ്പിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം അണ്ണാ, കമന്റില് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന സ്ഥലത്തായിരിക്കും അടുത്തൊളിപ്പിക്കാം. അതെ, അപ്പൊ അടുത്തത് എവിടെയാണോ നിങ്ങളുടെ സ്ഥലം, എവിടെയാണോ നിങ്ങളുടെ സ്ഥലം അല്ലെ? തിരുവനന്തപുരത്ത് എവിടെയാണ്? കാട്ടാക്കട അല്ലെ? കാട്ടാക്കടയാ? അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. അതെ, തിരുവനന്തപുരത്ത് കാട്ടാക്കടയെങ്കിൽ കാട്ടാക്കട, കാസർഗോഡ് ഉപ്പളയെങ്കിൽ ഉപ്പള. നിങ്ങൾ കമന്റ് ചെയ്തോ, അടുത്തത് നിങ്ങളുടെ സ്ഥലത്തായിരിക്കും വരാൻ പോണേ. ഞാനും ഉണ്ടാവും. അതാ പിന്നല്ല